ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ഗായ്സ്. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് വരുന്നതാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് നമ്മളാണെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത് കഴിഞ്ഞ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും നെയിം ഈറ്റിംഗ് ചലഞ്ച് ഗായ്സ്. അപ്പോൾ നമ്മുടെ പേര് മൊത്തമായിട്ട് മിൻഹാജ് ഹുസൈൻ AV അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഇതില് നമ്മള് നെയിം മീറ്റിംഗ് ചലഞ്ച് ആദ്യം തന്നെ മിൻഹാജ് എന്ന് പറഞ്ഞ പാർട്ടാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമ്മൾ മിൻഹാജിലെ എമ്പ് വെച്ചിട്ട് ഒരു മഞ്ചാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഈ മഞ്ച് കഴിച്ചിട്ട് നമ്മളെ ചലഞ്ച് അങ്ങോട്ട് തുടങ്ങാനുള്ളൊരു പ്ലാനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3-4 കടിയിൽ മഞ്ച് തിന്നു. അപ്പോൾ ഗൈസ് ഫൈനലി ഇതേ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ മഞ്ച് തിന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഐ ആണ്, ഒരു ഐസ്ക്രീം തിന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഐ വെച്ചുള്ള ഐസ്ക്രീം തിന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം, അടിപൊളിയായിരുന്നു, വാനില ഫ്ലേവർ. അടുത്തതായിട്ട് നമ്മൾ എന്നിന് വേണ്ടി തിന്നാൻ പോകുന്നത് 2 നാരങ്ങ മുട്ടായി ആണ് ഗൈസ്. അപ്പോൾ ഇത് ഈ അടുത്തായിട്ട് ഇറങ്ങിയ ഒരു പുതിയ തരം നാരങ്ങ മുട്ടയാണ് ഗൈസ്. അടുത്തത് നമ്മുടെ A ആണ്, A ഫോർ അച്ചപ്പം ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 3 അച്ചപ്പം മാത്രമാണ് തിന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ചപ്പം ഒന്നാമത്തെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതങ്ങനെ സാഹസികമായി തിന്നതിന് ശേഷം ഇപ്പോൾ 2ാമത്തെ അച്ചപ്പത്തിലോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ അതും പെട്ടെന്ന് തിന്നതിന് ശേഷം 3ാമത്തെ അച്ചപ്പം കൂടെ അങ്ങ് തിന്ന് നമ്മുടെ അച്ചപ്പ സെക്ഷൻ ഇവിടെ തീർക്കുവാണ് ഗൈസ്. വാവ്. അപ്പോൾ ഗൈസ് നമ്മൾ A ഫോർ അച്ചപ്പം തിന്നു. ഇനി J ഉണ്ട് ഗൈസ്. അപ്പോൾ ജേക്ക് നമ്മൾ തിന്നാൻ പോകുന്നത് ഗൈസ് ദാ ജാഗിരിയാണ് ഗൈസ്. J ഫോർ ജാഗിരി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ശരിക്കും വന്നിട്ടില്ലായിരുന്നു ഗൈസ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ സാഹസികപരമായി മിൻഹാജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹുസൈനും AV ഉണ്ട്. അപ്പോൾ ഹുസൈനാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ H വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് എത്തുന്ന പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ്, ഹുസൈനിലെ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് തിന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് തിന്നാണ് ഗൈസ്. അപ്പോൾ ഇതിനെന്തോ ഒരു ടേസ്റ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ബടക്കായതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ നോർമലി ഹൈഡ് ആൻഡ് സീക്കും തിന്നാത്ത. നമ്മൾ ഇവിടെ ഹൈഡ് ആൻഡ് സീക്കും തിന്ന് കഴിഞ്ഞു H ആയിട്ട്. അപ്പോൾ നമ്മൾ U ആയിട്ട് തിന്നാൻ പോകുന്നത് ഗൈസ് നമ്മുടെ അധികം ആൾക്കാരുടെ ഫേവററ്റ് ആയ യൂണിബിക് ആണ് ഗൈസ്. ആദ്യം നമ്മൾ 1 തിന്ന് ട്രൈ ചെയ്തു, പിന്നീട് നമ്മൾ 2ഉം ട്രൈ ചെയ്തു ഗൈസ്. പക്ഷേ 3 ട്രൈ ചെയ്യാൻ പറ്റത്തോടെ നമ്മൾ കഷ്ണമായി കടിച്ച് ഗൈസ് അത് തിന്ന് തീർക്കുകയാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു ഗൈസ്, ഇത് പാലിൽ മുക്കി തിന്നേണ്ടതായിരുന്നു ഗൈസ്. നമ്മൾ ഇവിടെ ഹൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി സൈനും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ സൈന് നമ്മൾ നടുവണ്ണൂർ ഇതാക്കാൻ വെച്ചു, കാരണം എന്താ വെച്ചാൽ സൈനിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, നടുവണ്ണൂർ കാണാം ഗൈസ്. അങ്ങനെ നടുവണ്ണൂർ മിൽമയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ S വെച്ചിട്ട് നമുക്കൊരു സാധനം വാങ്ങണം. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ ഷോപ്പ് കണ്ട മനസ്സിലുണ്ടാവും, നമ്മൾ സംഭാരം അങ്ങനെയാണ് ഗൈസ് വന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാകെ ഒന്നുണ്ടേ ഉള്ളൂ, അപ്പോൾ നമുക്ക് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ 10 രൂപയുടെ സംഭാരമാണ് ആദ്യത്തെ എസ്സിന് വേണ്ടി കുടിക്കുന്നത് ഗൈസ്, അടിപൊളി സംഭാരം. അതിനുശേഷം നമ്മൾ ഗോൾഡൻ ബേക്കറി പോയി അടുത്ത എസ്സിന് വേണ്ടി അവിടെ നിന്നൊരു സമൂസ ആദ്യം കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ സമൂസ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കഴിക്കുന്നത്, അടിപൊളി സാധനം. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്പെല്ലിംഗ് ആയിട്ട് നമുക്ക് വരുന്നത് A ആണ് ഗൈസ്. അവിൽ മിൽക്കാണ് നമ്മൾ Aക്ക് എടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഗോൾഡൻ ബേക്കറിയിലെ അവിൽ മിൽക്കിൻ്റെ ഫാനാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശീലനത്തിന് ശേഷം അവിൽ മിൽക്ക് പകുതി കുടിച്ചു, പിന്നീടും ട്രൈ ചെയ്തതിന് ശേഷം അവിൽ മിൽക്ക് മൊത്തം കുടിച്ചു ഗൈസ്. അതിനുശേഷം കിസാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഗൈസ്, നമുക്ക് കുറച്ച് നട്ട്സ് വാങ്ങാൻ. അപ്പോൾ ഗൈസ് ഇനിയുള്ള ഐ വെച്ച് നമ്മൾ ഈ ഒരു ഐസ്ക്രീമാണ് കഴിക്കുന്നത് ഗൈസ്. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഐ വെച്ചിട്ട് തപ്പി, പക്ഷെ അതൊന്നും നമുക്ക് ഈ സമയം കൊണ്ട് ഒപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് 2ാമതായിട്ട് ഐക്ക് ഈ ഐസ്ക്രീമാണ് കഴിക്കുന്നത്. നമുക്ക് നേരെ കഴിക്കാൻ തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ അടുത്ത ഐക്ക് വേണ്ടി നമ്മൾ കഴിക്കാൻ പോകുന്ന ഈ ഒരു ഐസ്ക്രീമാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഫേവററ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ മൂടി താഴെ അങ്ങനെ തിരിച്ച് വെച്ചിട്ട് കുടുക്കിയിട്ട് കഴിക്കുമ്പോൾ ഗൈസ് ഒരു കിട്ടുന്നൊരു ഫീലുണ്ട്, അതൊരു വല്ലാത്ത ഫീലാണ്. അത് അനുഭവിച്ച് എല്ലാവർക്കും മനസ്സിലാവും ഗൈസ് ഈ ഐസ്ക്രീമിൻ്റെ അന്നത്തെ വൈബ് ഗൈസ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇനിയുള്ള നമ്മുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പോൾ N നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നട്ട്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാ 3 ബദാം, 3 അണ്ടിപ്പരിപ്പ് ഗൈസ്, പിന്നെ 3 പിസ്തയും. അങ്ങനെ എന്നും കഴിഞ്ഞ ഗൈസ്. നമ്മൾ ഇനീഷ്യൽ വരുന്നത് AV ആണ്. അപ്പോൾ നമുക്ക് A ഫോർ ആപ്പിൾ ആണ് ഗൈസ്. നമുക്ക് കൈ കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റുമെന്ന് ട്രൈ അല്ലാണ്, നമ്മളിത് കത്തി കൊണ്ട് പൊട്ടിച്ചിട്ട് വരാം ഗൈസ്. ദേ നമ്മൾ കൈ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഒരു കത്തി എടുത്തുകൊണ്ട് നമ്മുടെ ആപ്പിളിനെ മുറിക്കുകയാണ്. ഓക്കെ 2 പീസാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പീസ് നമ്മൾ തിന്നാണ്, പീസ് അനിയനെത്തിക്കും കൊടുക്കാന്ന് വെച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ AV എന്നാണ് നമ്മുടെ ഇനീഷ്യൽ. അപ്പോൾ ലാസ്റ്റ് ഉള്ളത് V ആണ്. അപ്പോൾ വിക്ക് നമ്മൾ എടുക്കുന്നത്
ഗൈസ് ഫൈനലി ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചലഞ്ച്, നെയിം മീറ്റിംഗ് ചലഞ്ച് നമ്മൾ ഫൈനലി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഐ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ നോക്കി, അങ്ങനെ ഫൈനലി നമുക്ക് എന്താക്കുക, ഐ വെച്ചിട്ടുള്ള സംഗതി ഒന്നും ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം എന്ന് രണ്ടാമതും ഐക്ക് പകരം തിരഞ്ഞെടുത്തത് ഗൈസ്. അപ്പോൾ എന്താ അറിയാം, ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു കിടക്കാച്ചി വ്ളോഗിൽ നമ്മൾ വീണ്ടും വരും. അവർ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇതൊക്കെ കണ്ട് വൈബടിച്ചിരിക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ് ഗൈസ്. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വ്ളോഗായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട്. നിങ്ങളുടെ സ്വന്തം മിൻഹു ട്യൂബ് ഗൈസ്.